വെൽക്കം ബാക്ക്. എനിക്കറിയാം ഞാൻ കുറച്ച് നാളായിട്ട് ലോങ് ഫോർമാറ്റ് വീഡിയോ ഒന്നും ചെയ്യാറില്ല, അതിനുള്ള നേരം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇന്നത്തെ വീഡിയോ ലോങ് ഫോർമാറ്റിൽ ചെയ്യാൻ ഞാൻ ഷോർട്സ് തന്നെ എടുക്കാൻ തന്നെയാണ് കേട്ടോ ആദ്യം വിചാരിച്ച്. പിന്നെ അത് ലോങ് ഫോർമാറ്റ് ആക്കാം എന്ന് വിചാരിച്ചതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം, അതുകൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ തംബ്നെയിലിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മൂൺ ഗോഡസ് കൗച്ചർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നിന്ന് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങാം. ഇൻസ്റ്റാ പേജ് ഉണ്ട്, മൂൺ ഗോഡസ് കൗച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയാണ് അതിന്റെ ഫൗണ്ടർ. നല്ല അടിപൊളി പേജാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ റീൽസ് ഒക്കെ കാണാൻ, നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് ഞാൻ ആദ്യം ഒരു 1 ഇയർ മുന്നേ ഒക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ അവരെ. ഒരു 1 ഇയർ മുന്നേ, കഴിഞ്ഞ വിഷുവിന്റെ സമയത്താണെന്നാണ് എന്റെ ഓർമ്മ, ആ ഒരു ടൈമിൽ ഒരു റെഡി ടു വെയർ സെറ്റ് സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവരെ കുറിച്ച് ഞാൻ മെയിൻ ആയിട്ട് കേട്ടേക്കുന്നത്, ഇങ്ങനെ റിവ്യൂസ് ഒക്കെ വായിക്കുമല്ലോ, അപ്പൊ റിവ്യൂസിൽ ആദ്യം തന്നെ കണ്ടിട്ടുള്ളത് ഇവരുടെ ഡെലിവറി ഭയങ്കര സ്ലോ ആണ്, കസ്റ്റമർ സപ്പോർട്ട് മോശമാണ്, ആൻഡ് ക്വാളിറ്റി ഗുഡ് ആണെന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ 3 കാര്യമാണ് ഞാൻ റിവ്യൂവിൽ മെയിൻ ആയിട്ട് നോട്ടീസ് ചെയ്തത്. പക്ഷെ സ്റ്റിൽ റെഡി ടു വെയർ സാരി ആയതുകൊണ്ടും എനിക്ക് സാരി ഉടുക്കാൻ അറിയാത്തത് കൊണ്ടും ഞാൻ വിചാരിച്ചെന്നാ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ഞാനൊരു റെഡി ടു വെയർ സെറ്റ് സാരി ഓർഡർ ചെയ്തത്. അത് ഓർഡർ ചെയ്തിട്ട് ഞാനത് അന്ന് കംപ്ലീറ്റ്ലി ഡിസ്ക്രിപ്ഷനോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വായിക്കണ്ട്, ചുമ്മാ ഒരെണ്ണം കണ്ടു, കൊള്ളാം, ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ച് മാത്രം മേടിച്ചാണ്. പക്ഷെ അതെന്തോ റെഡി ടു ഡിസ്പാച്ചിലുള്ള ഒരു ഐറ്റം ആയിരുന്നു. ഒരു 7 to 20 ഡേയ്സിനുള്ളിൽ കിട്ടുന്നെങ്ങാണ്ട് അന്ന് ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും അത് വളരെ പെട്ടെന്ന് കിട്ടി. കറക്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. ഓർഡർ ചെയ്തിട്ട് എനിക്ക് കറക്റ്റ് വിഷുവിന് മുന്നേ തന്നെ കിട്ടി. പക്ഷെ അത് എനിക്ക് സൈസ് നോക്കി വാങ്ങിക്കാൻ അറിയാത്തോണ്ടോ സംതിങ് അത് എനിക്ക് അത്ര സ്യൂട്ടബിൾ ആയിരുന്നില്ല. ലൈക്ക് എനിക്ക് അങ്ങനെ ഉടുക്കാൻ കുറച്ചുകൂടി ഹൈറ്റ്, എനിക്ക് പൊതുവെ ഹൈറ്റ് കുറവായതുകൊണ്ട് എനിക്ക് ഉടുക്കാൻ കുറച്ച് പാടായിരുന്നു. കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളവർക്ക് അന്നുണ്ടെങ്കിൽ അത് നല്ല സാധനമായിരുന്നു, നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഞാൻ ഉടുത്തില്ല. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, രണ്ടാമതായിട്ട് ഞാൻ അവരുടെ നിന്ന് ഞാൻ ഫോട്ടോ കാണിക്കാം. ഈ ഒരു ധാവണിയും പിന്നെ ഈ ഒരു നയൻതാര മറ്റേ ഡോറയാണ് ആ മൂവി, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഏതൊരു മൂവിയിലെ നയൻതാര ഇൻസ്പയർഡ് ആ ഒരു ടോപ്പും, ഈ 2 ഓർഡർ ചെയ്തത്. ഇത് ഞാൻ ഓർഡർ ചെയ്തത് ഓഗസ്റ്റിലാണെന്നാണ് എന്റെ വിശ്വാസം. ഇൻവോയ്സ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. ഓർഡർ ചെയ്യുമ്പോൾ വരുന്ന ഒരു മെയിൽ ഉണ്ട് നമുക്ക്, അപ്പൊ അത് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. എന്താ വെച്ചാ, അപ്പൊ ഇത് 2 ഞാൻ അപ്പൊ ഓർഡർ ചെയ്തത്. ഇതിന്റെ റേറ്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാവണിയുടെ റേറ്റ് 999 ആയിരുന്നു, GST എല്ലാം കൂട്ടിയിട്ട് ലാസ്റ്റ് 1122.46. മറ്റേ ഡ്രസ്സിന്റെ 699 ആയിരുന്നു, എല്ലാം കഴിഞ്ഞ് 807.46. അത്രയാണ് രണ്ടിനും പേയ്മെന്റ് വന്നിട്ടുള്ളത്. ഇവരുടെ ഷിപ്പിംഗ് പോളിസി വായിച്ചു നോക്കിയായിരുന്നു. ആ സൈറ്റിന്റെ ഏറ്റവും അണ്ടറിലായിട്ട് ഇവർ ഷിപ്പിംഗ് പോളിസി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷിപ്പിംഗ് പോളിസിയിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 70 to 90 വർക്കിംഗ് ഡേയ്സ് എടുക്കും. ഈ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത, സൂറത്ത്, എറണാകുളം അങ്ങനെ എല്ലാവരുടെയും വർക്കിംഗ് ഡേയ്സ് പോലെ തന്നെയാണ് സംതിങ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഗസ്റ്റ്, ഒക്ടോബർ അങ്ങനെ ഒരു 3-4 മാസം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ മാസത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വർക്കിംഗ് ഡേയ്സ് എടുക്കും, നോർത്ത് ഇന്ത്യയിൽ ലീവ് ആയതുകൊണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ അന്ന് ഓർഡർ ചെയ്ത സമയത്ത് വായിച്ചായിരുന്നു, പക്ഷെ ഞാൻ അത്ര സ്ട്രെസ് ചെയ്തിരുന്നില്ല. കഴിഞ്ഞ് ഏകദേശം ജാനുവരി ആയപ്പോ എനിക്കൊരു മെയിൽ വന്നു. അതായത് മെയിൽ ഇങ്ങനെയാണ്: വി ആർ പ്ലീസ്ഡ് ടു ഇൻഫോം യു ദാറ്റ് യുവർ പ്രൊഡക്റ്റ്, പിന്നെ പ്രൊഡക്റ്റിന്റെ ID ഈസ് കറന്റ്ലി ഇൻ ദ മാനുഫാക്ചറിംഗ് സ്റ്റേജ്. വൺസ് ദ മാനുഫാക്ചറിംഗ് പ്രോസസ് ഇസ് കംപ്ലീറ്റഡ് വി വിൽ പ്രോംപ്റ്റ് പ്രൊസീഡ് വിത്ത് ദ ഡിസ്പാച്ച് പ്രോസസ് ടു എൻഷുർ ടൈംലി ഡെലിവറി. അതായത് ഞാൻ ഓഗസ്റ്റിൽ ഓർഡർ ചെയ്ത സാധനത്തിന് എനിക്ക് ജാനുവരിയിലാണ് അത് മാനുഫാക്ചറിംഗ് ഓൺഗോയിങ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നേക്കുന്നത്. 8th മെസ്സേജ് വന്നിട്ട് പിന്നെ ജാനുവരി 17th ആയപ്പോ ഷിപ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വന്നായിരുന്നു. ആൻഡ് വന്ന പ്രൊഡക്റ്റ് ധാവണിയാണ് വന്നത്. ഇതാണ് പ്രൊഡക്റ്റ്. ഇത് വന്ന അന്ന് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ എനിക്ക് അങ്ങോട്ട് സമയം ഇതായില്ല. ഇത് സ്റ്റിച്ച്ഡ് ധാവണിയാണ്, അതായത് സ്റ്റിച്ച്ഡ് ഇൻ ദ സെൻസ് പാവാട ഇസ് സ്റ്റിച്ച്ഡ്. ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇരിക്കും. ആൻഡ് ഇതിന്റെ കൂടെ ഒരു ഷോളുണ്ട്, അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ഷോളാണ്. പിന്നെ ഇത് മെറ്റീരിയൽ ആയിരുന്നു, ഇത് ഞാൻ തയ്പ്പിച്ചതാണ്. ഇപ്പൊ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത ഒരു ധാവണിയായിരുന്നു. ഇതാണ് ഇതിൽ വരുന്ന വർക്ക്. ഞാൻ കുറച്ച് ക്ലോസപ്പിൽ കാണിച്ചു തരാം. ആൻഡ് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത്. ഇതിന്റെ അടിയിൽ വെച്ചേക്കുന്ന ലൈനിങ് ഞാൻ മേടിച്ചു വെച്ചേക്കുന്നതാണ്. ആകെക്കൂടി ഇതിൽ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു തുണി മാത്രമാണ് ഇതിൽ വരുള്ളൂ.
ഇതില് പറയാനുള്ള ഇതിന്റെ വർക്ക് ഒക്കെ കാണണം. January 17th ഷിപ്ഡ് എന്ന് പറഞ്ഞു. എറണാകുളത്ത് തന്നെ ആയതുകൊണ്ടായിരിക്കാം ഓൾമോസ്റ്റ് 1-2 ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ജാനുവരിയിലാണ് എനിക്കിത് ഡെലിവർ ആയത്. ഇതിന്റെ കൂടെയാണ് ഞാൻ മറ്റേ സാധനം കൂടി ഓർഡർ ചെയ്തേക്കുന്നത്. അതെനിക്ക് സ്റ്റിൽ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഏപ്രിലാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. അതും കൂടി വന്നിട്ട് ഒരുമിച്ച് രണ്ടും കൂടി നോക്കിയിട്ട് വീഡിയോ ചെയ്യാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ അത് ഇതുവരെ വന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്റെ എന്റെ എക്സ്പീരിയൻസ് പറയാന്ന്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് എനിക്കുള്ള ഒരു സമ്മറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഒരു സാധനം ഈ ഒരു സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 30 to 90 ഡേയ്സ് എന്ന് പറയുന്നത് വർക്കിംഗ് ഡേയ്സ് ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ 90 ഡേയ്സ് എന്നൊക്കെ പറയുമ്പോൾ 3 മാസമായിരിക്കും എക്സ്പെക്ട് ചെയ്യുക. ഒരു 6 മാസമെങ്കിലും മിനിമം നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. 6 to 7 മാസം നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം. എന്തായാലും ഒരു സർപ്രൈസ് ആയിട്ടായിരിക്കും സംഭവം വരിക. പിന്നെ രണ്ടാമത്തെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റേറ്റിന് നമുക്ക് ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക്ഡ് പ്രൊഡക്റ്റ് കിട്ടും. അത് കറക്റ്റ് ആണ്. ഇനിയിപ്പോ അത്രയും നമുക്ക് വെയിറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അവരുടെ ഇൻസ്പിറേഷൻ എടുക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ സൈസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ രണ്ടാമത് ഓർഡർ ചെയ്തിട്ട് ഇതുവരെ കിട്ടാത്ത ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അത് ഞാൻ അന്ന് ഓർഡർ ചെയ്തപ്പോ എക്സസ് ആണ് ഓർഡർ ചെയ്തത്. അത് എനിക്കിപ്പോ എന്തായാലും ഭാഗാവൂല. അപ്പോ ഇനിയിപ്പോ വന്നാലും എനിക്ക് ഉപകാരം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. സ്റ്റിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരു സൈസ് എക്സ്ട്രാ ഓർഡർ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു കേസ്, ഈ രണ്ടാമത്തെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കിട്ടുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ ഒരു സെറ്റപ്പ് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ എനിക്ക് കുറച്ച് ഉപകാരപ്പെടുമായിരിക്കും. ദെൻ ഫോർത്ത് തിങ് അബൌട്ട് ക്വാളിറ്റി. ഈ ഒരു പ്രൈസിന് നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഈ ഒരു പ്രൈസിനുള്ള ക്വാളിറ്റി അത് അഷ്വർ ചെയ്യുന്നുണ്ട്. പിന്നെ മെറ്റീരിയൽ കൂടുതൽ പറയാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കുന്നില്ല. ആണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ ശരി, താങ്ക് യു.